നക്ഷത്രങ്ങളുടെ രൂപീകരണം ക്രമരഹിതമല്ല, ഒരു പ്രത്യേക സ്വയം നിയന്ത്രിത പ്രക്രിയയാലാണ് ഇത് നടക്കുന്നത് എന്ന് പുതിയ പഠനം പറയുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാം. നാൻജിങ് യൂണിവേഴ്സിറ്റിയിലെയും ബോൺ യൂണിവേഴ്സിറ്റിയിലെയും ഒരു കൂട്ടം ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഒരു പുതിയ കണ്ടെത്തൽ ലഭിച്ചിരിക്കുന്നു. ഒരു സ്റ്റാർ ക്ലസ്റ്ററിനുള്ളിൽ ജനിക്കുന്ന പുതിയ നക്ഷത്രങ്ങളുടെ പിണ്ഡം ക്രമരഹിതമല്ലാതെ സ്വയം നിയന്ത്രിത പ്രക്രിയയാൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് അവർ തെളിയിച്ചു. അവരുടെ ഈ സുപ്രധാന കണ്ടെത്തൽ റിസർച്ച് ഇൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗാലക്സിയുടെ വലുപ്പം പുതുതായി ജനിക്കുന്ന നക്ഷത്രങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു ഗാലക്സിയിൽ പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് സാധാരണയായി വാതകമേഘങ്ങൾക്കുള്ളിലെ നക്ഷത്ര ക്ലസ്റ്ററുകളിലാണ്. ഈ ക്ലസ്റ്ററുകളിലെ ചില നക്ഷത്രങ്ങൾ ചെറുതും മങ്ങിയതുമായിരിക്കും. എന്നാൽ ചിലതിന് നമ്മുടെ സൂര്യന്റെ 10 ഇരട്ടി പിണ്ഡവും 1,00,000 മടങ്ങ് കൂടുതൽ തിളക്കവും ഉണ്ടാകും. ഈ പ്രാരംഭപിണ്ഡത്തിലെ വ്യത്യാസങ്ങൾ ഒരു ഗാലക്സിയുടെ പ്രകാശത്തെ കാര്യമായി സ്വാധീനിക്കുന്നു. ഡ്വാർഫ് ഗാലക്സികളുടെ മൊത്തം പിണ്ഡം താരതമ്യേന കുറവായതിനാൽ അവ നമ്മുടെ സൂര്യനേക്കാൾ തിളക്കമുള്ളതും വളരെ വലുതുമായ നക്ഷത്രങ്ങളെ ഉൽപ്പാദിപ്പിക്കില്ലെന്ന് പ്രൊഫസർ പവൽ ക്രൂപ്പ വിശദീകരിക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിന്റെ ആദ്യഘട്ടത്തിൽ 10 ദശലക്ഷം വർഷം കൊണ്ട് ഏകദേശം 10 ബില്യൺ നക്ഷത്രങ്ങൾ രൂപീകരിച്ച വലിയ ദീർഘവൃത്താകൃതിയിലുള്ള ഗാലക്സികൾക്ക് ദശലക്ഷക്കണക്കിന് അൾട്രാശോഭയുള്ള നക്ഷത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. ഒരു ക്ലസ്റ്ററിനുള്ളിലെ ഓരോ നക്ഷത്രത്തിന്റെയും പിണ്ഡം ആകസ്മികമായാണ് സംഭവിക്കുന്നതെന്നായിരുന്നു മുൻപ് കണക്കാക്കിയിരുന്നത്. 2006-ൽ ക്രൂപ്പയും അദ്ദേഹത്തിന്റെ അന്നത്തെ ഡോക്ടറൽ വിദ്യാർത്ഥിയായിരുന്ന കാസ്റ്റൻ വീറ്റ്നറും ചേർന്ന് ഈ ധാരണയെ പരീക്ഷിച്ചു. ഏറ്റവും വലിയ നക്ഷത്രത്തിന്റെ പിണ്ഡം സ്റ്റാർ ക്ലസ്റ്ററിന്റെ പിണ്ഡത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അവർ കണ്ടെത്തി. യുവനക്ഷത്ര ജനസംഖ്യയിലെ വിതരണം കണക്കാക്കാൻ കഴിയുന്ന ഒപ്റ്റിമൽ സാമ്പിളിംഗ് എന്നൊരു ആശയം ക്രൂപ്പ വികസിപ്പിച്ചു. നക്ഷത്രങ്ങളുടെ രൂപീകരണത്തിൽ ഒരു കൃത്യമായ ക്രമം പിന്തുടരുന്നു. ഈ സ്വയം നിയന്ത്രണ പ്രക്രിയ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് വിശദീകരിക്കാൻ ഭൗതികശാസ്ത്രജ്ഞർക്ക് അടുത്തിടെ വരെ കഴിഞ്ഞിരുന്നില്ല. നാൻജിങ് യൂണിവേഴ്സിറ്റിയിലെ എഡാ ജെർഗോ സ്റ്റാർ ക്ലസ്റ്റർ രൂപീകരണം കൂടുതൽ കാര്യക്ഷമമായ തത്വമനുസരിച്ച് വികസിക്കുന്നുവെന്ന് കണ്ടെത്തി. എല്ലാ സാധ്യതയുള്ള പിണ്ഡവിതരണ സാഹചര്യങ്ങളിൽ നിന്നും വലിയ സ്കെയിലുകൾക്ക് ഏറ്റവും സ്വാഭാവികമായതും മൈക്രോസ്കോപ്പിക് വിശദാംശങ്ങളെ ആശ്രയിക്കാത്തതുമായ ഒന്നാണ് സംഭവിക്കുന്നതെന്ന് അവർ വിശദീകരിക്കുന്നു. ഈ കണ്ടെത്തൽ നക്ഷത്ര ജനസംഖ്യയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നതിന് ഒരു പുതിയ വഴി തുറക്കുന്നു. നക്ഷത്ര ജനസംഖ്യയുടെ പിണ്ഡം മാത്രമറിഞ്ഞാൽ എത്രതരം നക്ഷത്രങ്ങൾ, എത്രയെണ്ണം ഒരു വാതകമേഘത്തിൽ നിന്ന് രൂപപ്പെടുമെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇത് ഗാലക്സികളുടെ പരിണാമത്തെക്കുറിച്ച് കൂടുതൽ കാര്യക്ഷമമായി കണക്കാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. കൂടാതെ ആയിരക്കണക്കിന് കണക്കുകൂട്ടലുകൾ ഒഴിവാക്കി സൂപ്പർ കമ്പ്യൂട്ടിംഗ് സമയവും ഊർജ്ജവും ലാഭിക്കാനും കഴിയും. ഇതിന്റെ ഫലമായി ഗാലക്സികളുടെ പരിണാമത്തെക്കുറിച്ചുള്ള നിരവധി കണക്കുകൂട്ടലുകൾ വീണ്ടും ചെയ്യേണ്ടിവരും. മുമ്പത്തെ സിദ്ധാന്തത്തിന് വിരുദ്ധമായി ചെറിയ ഡ്വാർഫ് ഗാലക്സികൾ വലിയ നക്ഷത്രങ്ങളെ രൂപീകരിക്കുന്നില്ല. ഇത് പ്രപഞ്ചത്തിലെ പദാർത്ഥചക്രത്തിന്റെ സിദ്ധാന്തത്തിൽ മൗലികമായ സ്വാധീനം ചെലുത്തുന്നു. ഈ കണ്ടെത്തലുകൾ നക്ഷത്രങ്ങളുടെ ക്രമരഹിതമല്ലാത്ത രൂപീകരണത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കാൻ നിരീക്ഷണ പദ്ധതികളിലേക്ക് നയിക്കുമെന്ന് പ്രൊഫസർ ഷിയു ഷാങ് കൂട്ടിച്ചേർക്കുന്നു.